തൃശൂർ പട്ടിക്കാട് ലാലീസ് ഹോട്ടൽ ഉടമയും മകനെയും പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. 2023 മെയ് 24-ന് PGSA ആയിരുന്ന PM രതീഷിന്റെ നേതൃത്വത്തിലുള്ള മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഔസേപ്പിനെയും മകൻ പോൾ ജോസഫിനെയും സ്റ്റേഷനിലെത്തിച്ചാണ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചത്. വിവരങ്ങളുമായി നമ്മുടെ ലെവിൻ കെ വിജയൻ ചെയ്തുണ്ട്. ലെവിൻ, ഈ പോലീസ് മർദ്ദനത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അഞ്ജലി, കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവായ KV സുജിത്തിനെ പോലീസ് അതിക്രമത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ഗുരുതരമായ ആ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ സമാനമായ രീതിയിൽ നടന്ന മറ്റൊരു അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. 2024 മെയ് 24 നടന്ന തൃശൂർ PG പോലീസ് സ്റ്റേഷനിലെ സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പട്ടിക്കാട് സ്വദേശിയായിട്ടുള്ള KP ഔസേപ്പ്, അദ്ദേഹത്തിന്റെ മകൻ പോൾ ജോസഫ്, സ്ഥാപനത്തിലെ ജോലിക്കാരായ ആളുകൾ തുടങ്ങിയവരെ PG സ്റ്റേഷൻ ഓഫീസർ ആയിട്ടിരുന്ന PA രതീഷ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുള്ളത്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി ഏറെ നാൾ കാത്തിരുന്നതിന് ശേഷം, 1.5 വർഷത്തോളം കാത്തിരുന്നതിന് ശേഷമാണ് ഈ PA ഔസേപ്പിന് ഈ ദൃശ്യങ്ങൾ ലഭിക്കുന്നത്. സംഭവം 2024 മെയ് 23 മെയ്യിലാണ് ഈ സംഭവം നടക്കുന്നത്. തൃശൂർ പട്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്തെ ലാലീസ് ഫുഡ് ആൻഡ് പ്രൊഡക്ട്സ് എന്ന ഹോട്ടൽ നടത്തി വരുന്ന ആളുകളാണ് KP ഔസേപ്പും മകൻ പോൾ ജോസഫും. ഇദ്ദേഹത്തിന്റെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ, ദേശീയപാത 544 ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോട്ടലാണ്. ഇദ്ദേഹത്തിന്റെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയ ആളുകൾ ബിരിയാണിയുടെ രുചിയുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ ജീവനക്കാരുമായി തർക്കമുണ്ടാവുകയും ഹോട്ടൽ ജീവനക്കാർ ഈ ആളുകളെ, വഴിയാത്രക്കാരായിട്ടുള്ള ആളുകളെ മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ള പരാതിയെ തുടർന്ന് ഈ ആളുകൾ PG പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാനെത്തി. ഈ പരാതിയെ തുടർന്ന് PG സ്റ്റേഷൻ ഓഫീസർ ആയിരുന്ന രതീഷും സംഘവും ഹോട്ടൽ ഉടമയടക്കമുള്ള ജീവനക്കാരടക്കമുള്ള ആളുകളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ഇതേ ചൊല്ലിയുണ്ടായ വാക്ക് തർക്കത്തിൽ ഔസേപ്പിനെയും ഹോട്ടൽ ജീവനക്കാരെയും അടക്കം പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരനായ ഔസേപ്പ് അടക്കമുള്ള ആളുകൾ ആരോപിക്കുന്ന കാര്യം അത്തരത്തിലാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച SIയും സംഘവും ഈ തങ്ങളെ മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി. ഈ പരാതിയെ തുടർന്ന് സ്റ്റേഷൻ മർദ്ദനം അടക്കമുള്ള വകുപ്പുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിയമ പോരാട്ടം നടത്തി വരികയാണ് ഔസേപ്പും മകനും അടക്കമുള്ള ആളുകൾ. മർദ്ദിച്ച SIയെ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്ത് കേസെടുക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. 1.5 വർഷമായി ഈ കാര്യങ്ങൾ ഉന്നയിച്ച് നിയമ പോരാട്ടം നടത്തി വരുന്നു. PA രതീഷ് പിന്നീട് സ്ഥലമാറ്റമുണ്ടായി എറണാകുളം ജില്ലയിലേക്ക് ട്രാൻസ്ഫർ ആവുകയും ചെയ്തു. പക്ഷേ ഇതുവരെയും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായില്ല. ഈ നടപടിക്ക് മുന്നോടിയായി കേസ് നടത്തിപ്പിനും മറ്റുമായി വിവരാവകാശ നിയമപ്രകാരം ഈ ദൃശ്യങ്ങൾ പോലീസിൽ നിന്നും ഔസേപ്പ് ആവശ്യപ്പെട്ടു. പക്ഷേ പലവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, വിചിത്രമായ കാരണങ്ങൾ അടക്കം പറഞ്ഞുകൊണ്ട് ഈ ദൃശ്യങ്ങൾ നിരസിക്കുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നാലെ വിവരാവകാശ കമ്മീഷണറെയും മറ്റും സമീപിച്ച് അനുകൂല ഉത്തരവ് വാങ്ങിയതിനു ശേഷമാണ് പോലീസ് സ്റ്റേഷനിലെ ഈ മർദ്ദന ദൃശ്യം ആദ്യമായി ഔസേപ്പിന് ലഭിക്കുന്നത്. അതേ തുടർന്ന് നിലവിൽ കേസുമായി മുന്നോട്ട് പോവുകയാണ് ഇദ്ദേഹവും കുടുംബാംഗങ്ങളും. ഏതായാലും കുന്നംകുളത്ത് സംഭവത്തിന് ശേഷം മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും സമാനമായ രീതിയിൽ നമുക്കറിയാം, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിന് സംഭവിച്ച അതേ അവസ്ഥ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇത്രയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഈ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ ഘട്ടത്തിലും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഏതെങ്കിലും നടപടി സ്വീകരിച്ചതായുള്ള അറിവ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലഭിച്ചിട്ടില്ല. മാത്രമല്ല, ഈ സംഭവത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലൊരു അന്വേഷണം നടന്നതായിട്ടുള്ള വിവരങ്ങളും നമുക്ക് ലഭ്യമായിട്ടില്ല. 1.5 വർഷത്തെ ഒരു നിയമ പോരാട്ടം നടത്തി ഈ CCTV ദൃശ്യങ്ങൾ ഇദ്ദേഹത്തിന് വാങ്ങിയെടുക്കാനായിട്ടുണ്ട്. ഇപ്പോൾ കുന്നംകുളത്തെ സംഭവം ഉണ്ടായതിന് പിന്നാലെയാണ് ഇതിന്റെ ഗൗരവവും കാര്യങ്ങളും ഇദ്ദേഹം അടക്കമുള്ള ആളുകൾ, ഔസേപ്പ് അടക്കമുള്ള ആളുകൾ തിരിച്ചറിയുന്നത്. തീർച്ചയായും നിയമ പോരാട്ടത്തിന്റെ വഴിയിലേക്ക് തന്നെ പോകാനാണ്, കോടതിയെ സമീപിക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും കുന്നംകുളത്തെ സംഭവത്തിൽ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ലെന്നും സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരത്തിലുള്ള ക്രൂരമായ മർദ്ദനങ്ങൾ പരാതി പറയാൻ എത്തുന്നവർക്കും ഈ കേസിൽ കക്ഷിയാകാൻ എത്തുന്നവർക്കും ഇതിന്റെ സാക്ഷിയാകാൻ എത്തുന്നവർക്കും വരെ നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ടെന്നും വ്യക്തമാക്കുകയും അത് ആവർത്തിക്കപ്പെടുന്നുണ്ടെന്ന് തുടർച്ചയായി ഉദാഹരണ സഹിതം കാണിക്കാൻ കഴിയുന്ന സംഭവങ്ങളാണ് ഈ ദൃശ്യങ്ങളിലൂടെ പുറത്തു വരുന്നത്. അഞ്ജലി.
അതെ, നമുക്ക് ഈ ദൃശ്യങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ വ്യക്തമാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത്തരത്തിൽ പോലീസുകാരുടെ മർദ്ദന വീഡിയോകൾ ഇനിയും പുറത്തു വരാത്തതായി എത്രയോ ഉണ്ടെന്ന് നമുക്ക് നിശ്ചയമില്ല. ഇപ്പോൾ ഈ ഔസേപ്പും മകനുമെല്ലാം ഇതിന് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയല്ലേ തീരുമാനം? തീർച്ചയായും നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. അവർ നിയമ നടപടിയുടെ വഴിയിൽ തന്നെയാണ് ഉള്ളത്. PG സ്റ്റേഷനിൽ ഇത്തരത്തിൽ ഒരു സംഭവം കൂടി നടന്നതോടുകൂടി ഈ CCTV ദൃശ്യങ്ങളായിരുന്നു ഇവർക്ക് ഇതുവരെ ലഭിക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ CCTV ദൃശ്യങ്ങൾ ലഭ്യമായതോടുകൂടി കോടതിയെ സമീപിക്കാനുള്ള തീരുമാനമാണുള്ളത്. അതോടൊപ്പം ഈ കുന്നംകുളത്ത് സംഭവം കൂടി ഉണ്ടായതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതിപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് ഇവർ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. തുടർ നടപടികളുമായി വേഗത്തിൽ തന്നെ മുന്നോട്ട് പോകാനും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർ SI രതീഷ് അടക്കമുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഔസേപ്പും മറ്റുള്ള ആളുകളും മകൻ പോൾ ജോസും ഹോട്ടൽ ജീവനക്കാരായ ആളുകളും പരാതി നൽകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്ന വിവരം. പക്ഷേ ഇതിന്റെ ഒരു മറുവശം ഏത് നിലയിലാണ് എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തത നമുക്ക് ഇനിയും ലഭ്യമായിട്ടില്ല. കാരണം ഹോട്ടലിൽ ഉണ്ടായ ഒരു തർക്കത്തെ തുടർന്നാണ് ഇത്തരം ഒരു സംഭവം നടന്നിട്ടുള്ളത്. അതിൽ ഒരു വിഭാഗം ആളുകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണ് ഈ ഹോട്ടൽ ജീവനക്കാരെയും മറ്റുള്ള ആളുകളെയും ഒക്കെ ഹോട്ടലിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തിയത് എന്നുള്ളതാണ് ഇതുവരെ ലഭ്യമായിരിക്കുന്ന വിവരം. അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ഇനിയും ഇതിന്റെ മറുവശമടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ആ വിവരങ്ങൾ കൂടി ശേഖരിച്ചതിന് ശേഷം ഇതിലൊരു കൃത്യതയോടുകൂടിയുള്ള ബാക്കിയുള്ള വശങ്ങൾ പറയാനാകുമെന്നാണ് കരുതുന്നത്. അഞ്ജലി. അതെ, ലെവിൻ പറഞ്ഞതുപോലെ തന്നെ തൃശൂർ കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിന് സംഭവിച്ച അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഔസേപ്പിനും മകൻ പോൾ ജോസഫിനും ഇപ്പോൾ സ്റ്റേഷനിലെത്തി ഉദ്യോഗസ്ഥർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി നമുക്ക് കാണാം. പോലീസ് അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ വീണ്ടും പുറത്തു വന്നിരിക്കുകയാണ്. തൃശൂർ പട്ടിക്കാട് ലാലീസ് ഹോട്ടൽ ഉടമ KP ഔസേപ്പിനെയും മകനെയും PG പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ലെവിൻ K. വിജയനാണ്.